ഹരി ഓം. ഏവർക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ AS ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കന്നി രാശിക്കാരുടെ പൊതുവായിട്ടുള്ള ഈ ജനുവരി 2026 ഫലങ്ങളാണ്. നമുക്കറിയാം, പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണല്ലേ. ഒത്തിരി ആഗ്രഹങ്ങളുടെയും പ്രതീക്ഷയുടെയും ഒത്തിരി സ്വപ്നത്തോടെയാണ് നമ്മൾ കടക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഈ വർഷത്തിലെ ആദ്യ മാസമാണ് ജനുവരി എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാ പറയുന്നത് അല്ലെ. തുടക്കം നന്നായി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി അങ്ങോട്ട് നമുക്ക് പൊളിക്കാം അല്ലെ. അപ്പം പൊതുവായിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നോക്കുന്ന മുമ്പായിട്ട് എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒത്തിരി സ്വപ്നങ്ങളും ഡ്രീംസും അല്ലെങ്കിൽ ഒത്തിരി ഗോൾസും ഒത്തിരി വിഷൻസും എല്ലാം ഉണ്ടാവും നമുക്ക്. അതിനെയൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ നോക്കുക, കൃത്യമായിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യുക. നമുക്ക് ഈ ഒരു 2026 നമുക്ക് ആഗ്രഹങ്ങളിൽ ഒരു 10 ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 8 ഉണ്ടെങ്കിൽ നടത്തിയെടുക്കണം അല്ലേ. അല്ലാതെ കഴിഞ്ഞ കൊല്ലം കുറേ പേര് ചെയ്തോളം 2025 ഒരു 10 ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതിലൊന്ന് പോലും നടത്താത്തവരുണ്ട്. ഒരു 3 നടത്തിയത് ഓക്കെ. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? കുറെ സ്വപ്ന ഡ്രീംസും അല്ലെങ്കിൽ ഒത്തിരി ലക്ഷ്യത്തോടെയാണോ, അല്ലെങ്കിൽ ഒത്തിരി മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണോ 2025 കടന്നേ? എന്നിട്ട് എന്തൊക്കെയാണ് നടന്നത് ഒന്ന് താരെ കമന്റ് ചെയ്യൂ കേട്ടോ. കാരണം നമുക്കും അറിയാൻ പറ്റും, നമ്മുടെ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും, അതായത് ഇതേ സെയിം ഫീലിങ്സ് ഉള്ള എത്ര പേരുണ്ട് നമുക്ക് അറിയാൻ പറ്റും അല്ലേ. അത് അറിയുന്ന ഒരു സന്തോഷമല്ലേ നമുക്ക്. എത്ര ഓരോ കാര്യങ്ങൾ നേടുന്നത്, ഇപ്പം 10 8 ശരിയായി, അല്ലെങ്കിൽ 7 ശരിയായി, 6 സാധിച്ചു എന്നൊക്കെ സെറ്റായി വരുന്നത് നമുക്ക് സന്തോഷമാണ്. എല്ലാത്തവർക്കാണെങ്കിൽ എന്താ, അടുത്ത വർഷം 2024 അതിനെയൊക്കെ മാറ്റി, കഴിഞ്ഞ വർഷം എനിക്ക് കാണാൻ പറ്റില്ല, ഇവരൊക്കെ നേടി, അപ്പൊ ഈ വർഷം എനിക്ക് നേടണം എന്നൊരാഗ്രഹം നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാക്കാൻ അത് സാധിക്കും. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കൂ. നമുക്ക് കന്നിരാശിക്കാരുടെ ഫലത്തിലേക്ക് കിടക്കാം അല്ലെ. അപ്പൊ കന്നിരാശിക്കാർക്ക് ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു ജനുവരി മാസം എങ്ങനെയുണ്ട് നോക്കാം. നമുക്കറിയാം, ഉത്തരമുക്കാൽ അത്തം ചിത്ര അരയുടെ 2 നക്ഷത്രമാണ് കന്നിരാശി എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് ശരിക്കും സന്തോഷിക്കാവുന്ന ഒരു മാസമാണ് ജനുവരി മാസം എന്ന് പറയുന്നത്. നമുക്കിവിടെ ഒന്ന് നമ്മുടെ ഗ്രഹനില നോക്കിക്കഴിഞ്ഞാൽ കന്നിരാശിയെ സംബന്ധിച്ച് നോക്കുക, നമ്മുടെ 4ാം ഭാവത്തിലാണ് സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ അല്ല, ഈ 4 ഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ 7ാം ഭാവത്തില് എന്താണ്, ശനി, 10ല് വ്യാഴം. 10ലെ വ്യാഴം 2ലേക്ക് ദൃഷ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ജനുവരിക്ക് പകുതിക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ട, 4ൽ നിന്നും 5ലേക്ക് എന്ത് ചെയ്യേണ്ട, ഗ്രഹങ്ങളിലെല്ലാം രാശി മാറുന്നുണ്ട്. ആരൊക്കെ? സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ, പിന്നെ 4 പേരും. സോ ഇവിടെ നമ്മൾ മീൻ ചെയ്യുമ്പോൾ നമുക്കൊരു ശരിക്കും കേന്ദ്ര ത്രികോണങ്ങളിലൂടെ ഗ്രഹങ്ങളെല്ലാം നിൽക്കുകയും നമുക്ക് അനുകൂലമായി വരുന്ന സാഹചര്യം നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് ശരിക്കും നല്ലൊരു മാസമായിട്ട് നമുക്ക് എടുത്തു പറയാം കന്നിരാശിക്കാർക്ക് ഈ ഒരു ജനുവരി മാസം എന്ന് പറയുന്നത്. സോ അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്തോണം. ഈ മാസം എന്ന് പറയുന്നത് അനുസരിച്ച് നിങ്ങൾ ഓരോ കാര്യങ്ങൾ നീക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ. നല്ല മാസങ്ങൾ വരുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, കറക്റ്റ് ടൈം വരുമ്പോൾ നമ്മൾ ക്രിയ ചെയ്തില്ലെങ്കിൽ, നല്ല സമയം കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാൻ പാടായിരിക്കും. സോ നല്ല സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോശ സമയത്ത് നമുക്കത് ഉപകാരപ്പെടും. സോ ആ കാര്യങ്ങളെ ശ്രദ്ധിക്കാം. തൊഴിൽ സംബന്ധമായിട്ട് ചിന്തിച്ചു കഴിയുമ്പം തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ തൊഴിൽ കിട്ടാനുള്ള യോഗം, തൊഴിൽ പ്രൊമോഷൻ കിട്ടാനുള്ള യോഗം, ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നവർക്ക് അത് അനുകൂലമായിട്ട് നടത്താവുന്ന സമയമാണ് ഇതെന്ന് പറയുന്നത്. നമുക്ക് ഒരു സ്ഥലം വാങ്ങണം അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യണം, ഇതിനൊക്കെ നമുക്ക് അനുകൂലമായിട്ട് കാണുന്ന സമയം തന്നെയാണ്. നമുക്ക് നല്ല രീതിയിലൊരു സാമ്പത്തിക വരവ് നമുക്ക് പ്രതീക്ഷിക്കാം, സാമ്പത്തിക ചെലവ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാണ് ഈ ഒരു 2026 ജനുവരി മാസം എന്ന് പറയാം. ഇനി നമുക്ക് കുടുംബചിന്തനം, ഫാമിലി റിലേറ്റഡ് ആയി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 10ലാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് പറയുന്നത്. ആ 10ലെ വ്യാഴം ഞാൻ പറഞ്ഞു 2ലേക്ക് ദൃഷ്ടി വരുന്നുണ്ട്. സോ മാസത്തിന് പകുതിക്ക് ശേഷം വിവാഹ കാര്യങ്ങൾ ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാവുന്നതാണ്. അതിനുള്ള അനുകൂലമായ അവസ്ഥകളൊക്കെ ഉണ്ടാവും. 7ലെ ശനി നമുക്ക് കുറച്ച് ഒബ്സ്റ്റക്കിൾ, തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിൽ പോലും അതിനെയൊക്കെ നമുക്ക് പെട്ടെന്ന് മറികടന്ന് ഓവർകം ചെയ്ത് കൊണ്ടുവരാവുന്നേ ഉള്ളൂ. ഓക്കെ, സോ അത് വലിയ സീരിയസ് ആക്കി നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. പ്രണയത്തിലുള്ളവർക്കായാലും അതിൽ കുറച്ച് പ്രശ്നങ്ങളും കുറച്ച് ഒരു സൗന്ദര്യ പിണക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് പരിഹരിച്ച് മുന്നോട്ടൊക്കെ പോകാവുന്ന ഒരു മാസമാണ് ഈ ജനുവരി മാസം എന്ന് പറയാം കേട്ടോ. സ്ത്രീകളെ സംബന്ധിച്ച് എടുത്തു പറയാമെങ്കിൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് കുടുംബത്തിലായാലും കൂടുതൽ സ്നേഹം, സന്തോഷങ്ങളൊക്കെ കിട്ടുക. പിന്നെ നിങ്ങൾക്ക് ഒരു ഇതുള്ളത്
നമ്മൾ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഭർത്താവ് കേൾക്കണമെന്ന് ഒരു വാശിയുണ്ടെങ്കിൽ അത് ഈ ഒരു മാസത്തിൽ നടന്നെന്ന് വരില്ല. അതിന് ഇച്ചിരി ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അതിന് ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഈ ടൈം എന്ന് പറയുന്നത്. അതും വലിയ സീരിയസ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഇതുവരെ പോകുന്നത് എങ്ങനെയാണോ അതുവരെ മുന്നോട്ട് പോകാൻ നോക്കുക, പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയുമെങ്കിൽ ടൈം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ അക്കാഡമിക് സക്സസിന് അനുകൂലമായിട്ടുള്ള ഒരു പ്ലാനറ്ററി പൊസിഷനിലാണ് ഗ്രഹങ്ങളുടെ സ്ഥിതിയാണ് ഈ ഒരു മാസം എന്ന് പറയുന്ന. സോ നമ്മൾ പരീക്ഷകൾ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അനുകൂലം അവസ്ഥയാണ്. നല്ലൊരു കോളേജിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു പഠനത്തിലേക്ക് നമുക്ക് എടുക്കാൻ കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവർക്ക് അത് അനുകൂലമായി കാണുന്ന ടൈം തന്നെയാണ്. നമ്മുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവന്ന് തരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വലിയ ടൈം അല്ലെങ്കിൽ വലിയ ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. അത് ഇത്തിരി കാലത്തേക്ക് നിൽക്കേണ്ട പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കൃത്യമായി വൈദ്യ പരിശോധനയിലൂടെ അത് മാറിയും പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു 55-60 വയസ്സ് മുകളിലേക്കുള്ളവർ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ടൈം എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾക്ക് നല്ല അനുകൂലമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഒരു കാര്യത്തിലൂടെ ഇറങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ആക്ഷനിലേക്ക് ഇറങ്ങാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ പറയാം, തമാശ രീതിയിലായാലും നമുക്ക് ആക്ഷൻ മന്ത് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ജനുവരി മാസത്തെ കാണാം കന്നി രാശിക്കാർക്ക് കേട്ടോ. ഒരു 55-60 വയസ്സ് മുകളിലേക്കുള്ളവർക്കായാലും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നടത്താം. ഇപ്പൊ സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ വാങ്ങാം. ഇനി അതല്ല സ്ഥലം വീതം വെക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ വീതം വെക്കാം. ഇനി ഒരു വീട് വെക്കണം, സ്ഥലത്ത് ഒരു വീട് വെക്കണം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ വീട് വെക്കാം. ഇനി ഒരു വാഹനം വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ വാഹനം വാങ്ങാം. ഇനി അതല്ല സന്താനങ്ങൾക്ക് ഒക്കെ സ്ഥലം കൃത്യമായിട്ട് വീതം വെച്ച് നൽകണം എന്നൊരു ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി അതിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാം. ഇല്ല ഒരു ഹാപ്പി മന്തായിട്ട് നമുക്ക് എന്ത് തരാം ഈ ഒരു മാസത്തെ കാണാം കേട്ടോ. പൊതുവെ കന്നിരാശിക്കാർക്ക് ശരിക്കും നമുക്കൊരു അനുകൂലമായ അവസ്ഥയിലേക്ക് നല്ലൊരു ഇതിലേക്കാണ് വരുന്നതെന്ന് പറയുന്നത്. സോ നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യാം. ഇതിനൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈശ്വര പ്രാർത്ഥന ഉണ്ടാവണം. നമ്മളാൽ പറ്റുന്ന മുമ്പൊക്കെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നമ്മളാൽ കഴിയുന്ന യഥാശക്തി വഴിപാടുകളും ചെയ്യുക കേട്ടോ. കാരണം നമുക്ക് കഷ്ടകാലം വരുമ്പോൾ മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈശ്വരനെ ഭജിക്കേണ്ടതും ആരാധിക്കേണ്ടതല്ല. അങ്ങനെ ഭജിക്കുമ്പോൾ ആരാധിക്കുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ് പലപ്പോഴും നടക്കാതെ വരുന്നത്. നമ്മളെപ്പോഴും ഈശ്വര ചിന്തയുള്ളവരായിരിക്കണം, ഈശ്വരനെ വിചാരിക്കുന്നവരായിരിക്കണം, ഈശ്വരനെ ആരാധിക്കുന്നവരായിരിക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് എപ്പം നമ്മുടെ ഒരു ദുരിത കാലത്ത് വിളിക്കുമ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. കാരണം നമ്മുടെ നല്ല കാലത്ത് നമ്മളെ വിളിച്ചിട്ടുണ്ട്, മോശകാലത്ത് വിളിച്ചിട്ടുണ്ട്. ചിലവരെ നമ്മൾ നോക്കിയാണ് നമ്മുടെ കഷ്ടകാല സമയങ്ങളിൽ നമ്മൾ ചിലവരെ ചേർത്ത് പിടിക്കും. നമുക്ക് നല്ല കാലം വരുമ്പോൾ നമ്മൾ അവരെ തള്ളിക്കളയും. അപ്പൊ പിന്നീട് ഒരു കഷ്ടകാലം വരുമ്പോൾ പിന്നെ അവർ നമ്മളെ കൂടെ നിൽക്കാൻ നിൽക്കുമോ? ഇല്ല. ഇതൊരു ലോജിക്കായി നമുക്ക് അവിടെ ചിന്തിച്ചൂടെ? അങ്ങനെ ചിന്തിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ ടൈമിൽ നിങ്ങൾ കൂടുതലായിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. സൽപ്രവൃത്തി, സൽചിന്ത, ആയിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ വെച്ചു കൊടുക്കുക, മറ്റുള്ള സ്വഭാവങ്ങളൊക്കെ മാറ്റിക്കളയുക. കാരണം നല്ല സമയങ്ങളിൽ നമ്മൾ എങ്ങനെയാണോ ന്യൂസ് ആയാലും എത്ര നന്നായി ചെയ്യുന്നോ അതനുസരിച്ചായിരിക്കും മുമ്പോട്ടുള്ളതെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അതനുസരിച്ചുള്ള ഒരു റിസൾട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ജാതകം ഒന്ന് പരിശോധിക്കണം. എന്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫലം കിട്ടാത്തത്? നമുക്ക് അനുകൂലമായ ഗ്രഹസ്ഥിതി വരുമ്പോഴും ഗോചരം വരുമ്പോഴും എന്തുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തതിന്റെ കാരണം മനസ്സിലാവണം അല്ലേ? എന്നാൽ മാത്രമാണ് നമുക്കത് മനസ്സിലാക്കി മുന്നോട്ട് പോയി നമുക്കത് അനുസരിച്ച് കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അല്ല എന്ത് സംഭവിക്കും, നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, കഷ്ടകാല സമയം വന്നാലും കഷ്ടകാലം, നല്ല കാലം വന്നാലും എന്താണ് കഷ്ടകാലമാണ്. ചിലർക്ക് നല്ല കാലം എന്ന് പറയുമ്പോൾ തന്നെ അയ്യോ ഇനിയപ്പം കഷ്ടകാല സമയമാണോ എന്ന ചിന്ത ഉണ്ടാവാൻ സാധ്യത കൂടുതൽ. അത് ഇതുകൊണ്ടാണ്. അപ്പം മനസ്സിലാക്കുക, ഗോചരഫലം എന്ന് പറയുന്നത് നമ്മളൊരു പൊതുഫലമായിട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഗോചരഫലം നമ്മുടെ പേഴ്സണലൈസ്ഡ് ആയിട്ട് വരുന്നെങ്കിൽ എന്ത് ചെയ്യണം, ജാതകം കൂടി ചിന്തിച്ചാൽ മാത്രമാണ് അത് കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളുടെ വ്യക്തിപരമായിട്ടൊരു പ്രശ്നമാകുള്ളൂ. ഇത് പൊതുവായിട്ട് നിങ്ങളിന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, എത്രയോ പേര് ഇതേ നക്ഷത്രത്തിൽ ജനിക്കുന്നവരുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് വീണ്ടും ഒരു കുറച്ചുകൂടി ഒരു ഫിൽട്രേഷൻ പോലെ നിങ്ങൾ ജനിച്ച ലഗ്നം കൂടി വെച്ച് നിങ്ങൾ ഈ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾ കന്നിരാശിയിലാണ് ജനനം നിങ്ങളുടെ, അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽപ്പെട്ട ആരും ഈ കന്നിരാശിയിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന. അപ്പൊ അവരുടെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യമുണ്ടെങ്കിൽ അവരുടെ ലഗ്നം ജാതകത്തിൽ ലാ എന്ന രീതിയിൽ ഉണ്ടാവും. അതെവിടെയാണ് നോക്കുക, എന്നിട്ട് അതിന്റെ ഫലവും കൂടി ഒന്ന് കണ്ടു നോക്കുക. അത് ഇതേ വീഡിയോസ് തന്നെ കണ്ടാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ കന്നി ലഗ്നം തന്നെയാണ് നിങ്ങളെങ്കിൽ ഇതേ വീഡിയോ കണ്ടാൽ വേറെ വീഡിയോ കണ്ട ആവശ്യമില്ല. വേറെ ഇതിലെ രാശിയാണെങ്കിൽ ആ രാശിഫലം കണ്ടാൽ മതി. അത് ലഗ്നോട് കണക്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തേക്കണം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടും കണ്ടാൽ മനസ്സിലാവും കേട്ടോ. കണ്ടു നോക്കൂ. കൃത്യമായിട്ട് നമ്മളനുസരിച്ച് ഈശ്വര ചിന്തകളും ഭയഭക്തി ബഹുമാനത്തിലൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, മുമ്പോട്ട്
പോകുക. കാരണം നമ്മൾ ഒരു കാര്യം നല്ലതായി ചിന്തിച്ച് നല്ല പ്രവൃത്തി ചിന്തിച്ച് നമ്മൾ ഒരാൾക്ക് നന്മ ചിന്തിച്ച് നമ്മൾ ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ട് നമ്മളിലേക്ക് നന്മ വരുള്ളൂ. നമ്മൾ മറ്റൊരാളുടെ മോശം, മറ്റുള്ളവരുടെ തിന്മ, അല്ലെ മറ്റുള്ളവരുടെ നാശമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ അത് തന്നെയായിരിക്കും നമ്മളിലേക്ക് വരിക എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും തിരിച്ചു വരിക. യൂണിവേഴ്സിലേക്ക് നമ്മൾ എന്ത് എനർജിയാണോ പാസ് ചെയ്യുന്നത് ആ എനർജി ആയിരിക്കും നമ്മളിലേക്ക് റിഫ്ലക്ട് ചെയ്യുക എന്ന് പറയുന്നത്. സോ അല്ലെങ്കിൽ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ മറ്റൊരാളുടെ കുറ്റം അല്ലെങ്കിൽ മറ്റൊരാളെ നശിക്കണമെന്നായിരിക്കും, ബട്ട് അത് നമ്മളിലേക്ക് ആ എനർജി കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുക. സോ നമ്മൾ സൽചിന്തയോടെ സൽപ്രവൃത്തിയോടെ തന്നെ മുന്നോട്ട് പോവുക. നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി കൃത്യമായിട്ട് നമ്മൾ ചെയ്താൽ നമുക്കുള്ള ഫലം നമുക്ക് തന്നെ കിട്ടും. ഓക്കെ, അപ്പം മറ്റുള്ളവർ ചെയ്യുന്നതിൻ്റെ ദോഷങ്ങൾ അവർക്ക് തന്നെ അനുഭവിച്ചോളും. ഓക്കെ, ഇത്ര നേരം എന്നോടൊപ്പം ഈ ആസ്ട്രോളജിക്കൽ ലൈഫ് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.